ഹാപ്പി ഗാർഡനിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷനേരം കൊണ്ട് അറിയാൻ സാധിക്കൂ. ഒരു മാസം മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നട്ടു വളർത്തേണ്ട പെർഫ്യൂം പ്ലാന്റുകളെ കുറിച്ചായിരുന്നു ഒരു വീഡിയോ. അത് നമ്മൾ സൂചിപ്പിച്ച് പോയ മെൻഷൻ ചെയ്തു പോയ ഒരു പ്ലാന്റ് ആയിരുന്നു ലാങ്ങി അല്ലെങ്കിൽ ഇലാങ്. അപ്പോൾ നമ്മുടെ വീട്ടുമുറ്റവും നമ്മുടെ വീടിനകവും പുറവും എല്ലാം ഒരു പെർഫ്യൂം ലൈക്ക് സ്മെല്ല് തരുന്ന ഒരു ചെടിയാണ് ഇലാങ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ ലാങ്ങിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഈ ഒരു ചെടിയുടെ പ്രത്യേകത ഞാൻ പറയാം. നമ്മുടെ വീട്ടുമുറ്റത്ത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്മെല്ല് തരുന്ന പെർഫ്യൂമിൻ്റെ ഒരു ബോട്ടിൽ താഴെ വീണ് പൊട്ടിയ ഒരു ഫീലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചെടി പൂത്ത് കഴിഞ്ഞാൽ. അത്രയ്ക്ക് ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു സ്മെല്ലാണ്. നമ്മുടെ ഒരു ഏരിയ മുഴുവനായിട്ട് കവർ ചെയ്യാൻ പറ്റിയ ഒരു സ്മെല്ലാണ് ഈ ഒരു പ്ലാന്റ് ഉള്ളത്. നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു മുല്ല പൂത്ത് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ സ്മെല്ല് ഏകദേശം കുറച്ച് വീടുകളിലേക്ക് വ്യാപിക്കും. എന്നാൽ അതിനേക്കാളും കൂടുതൽ ഇരട്ടി വ്യാപനശേഷി ആണ് ഈ ഒരു ലാങ്ങിൻ്റെത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാന്റ് നമ്മുടെ വീട്ടുമുറ്റത്ത് നിർബന്ധമായിട്ട് വളർത്തേണ്ട ഒരു പ്ലാന്റ് കൂടിയാണ്. ചെടി പൂത്ത് കഴിഞ്ഞാൽ ഈ ചെടിയുടെ പൂക്കൾ അന്ന് തന്നെ കൊഴിഞ്ഞു പോവുക അല്ലെങ്കിൽ അന്ന് തന്നെ വാടി പോകുന്നില്ല. ഇത് 2-3 ദിവസം ഇത് ഈ ചെടി തന്നെ ഇങ്ങനെ ഞാന്ന് കിടക്കും. അപ്പോൾ ഈ ഞാന്ന് കിടക്കുന്ന സമയങ്ങളിൽ പകൽ സമയങ്ങളിലൊന്നും വലുതായിട്ട് നിന്ന് സ്മെല്ല് പുറത്തോട്ട് വരില്ല. പക്ഷെ വൈകുന്നേരം ആവുന്ന സമയത്താണ് ഈ ചെടി സ്മെല്ല് പുറപ്പെടുവിക്കാൻ തുടങ്ങുക. അപ്പോൾ വൈകുന്നേരം ഒരു 5:30-6 മണിയൊക്കെ ആകുമ്പോൾ തന്നെ സ്മെല്ല് വരാൻ തുടങ്ങും. പിന്നെ രാത്രി മുഴുവനായിട്ട് ഈ ഒരു ചെടിയുടെ സ്മെല്ലാണ്. അപ്പം നമ്മുടെ അടുത്ത വീട്ടിലൊക്കെ ആളുകളുണ്ടെങ്കിൽ അവർ അന്വേഷിക്കുന്ന കാര്യം എവിടെ നിന്നാണ് സ്മെല്ല് വരിക എന്നാണ്. കാരണം അവർക്ക് ഈ ഒരു സ്മെല്ല് വലിയ പരിചയം ഉണ്ടാവില്ല. പക്ഷെ ഭയങ്കര പെർഫ്യൂം ലൈക്ക് സ്മെല്ലാണ്. അപ്പോൾ ഇത് എന്ത് ചെടിയുടെ സ്മെല്ലാന്ന് അന്വേഷിച്ചിട്ട് പലരും വീട്ടിലോട്ടൊക്കെ വരാറുണ്ട്. അപ്പോൾ ഈ ഒരു ചെടി എന്തിനാണ് നമ്മൾ വീട്ടുമുറ്റത്ത് വളർത്തേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു വൈകുന്നേരം ആവുന്ന സമയത്ത് നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്തെടുക്കാനും നമ്മുടെ ടെൻഷനൊക്കെ ഒന്ന് കുറയ്ക്കാനും സ്ട്രെസ്സൊക്കെ ഒന്ന് കുറച്ചിട്ട് നമ്മുടെ മൈൻഡൊന്ന് റീസെറ്റ് ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ചെടി എന്തായാലും നമ്മൾ വീട്ടുമുറ്റത്ത് വളർത്തുക. ഒരു പോസിറ്റീവ് എനർജി നൽകുന്ന ചെടിയാണെന്ന് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഒരു സ്മെല്ല് നമുക്ക് അനുഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു സമയങ്ങളിൽ നമുക്കൊരു പീസ്ഫുൾ മൈൻഡൊക്കെയാണെന്ന് നമുക്ക് വേണം പറയാൻ പറ്റും. ഒരു മുല്ല പൂത്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു ഫീലാണ്, ഒരു പ്രത്യേക ഒരു മാസ്മരികമായിട്ടുള്ള ഗന്ധമാണ് മുല്ലയ്ക്ക് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ലാങ്ങിൻ്റെ സ്മെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗീയ സുഗന്ധം എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു സ്മെല്ലാണ്. അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റ് എപ്പോഴും ചട്ടികളിൽ നടുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെടി പൂത്ത് നിൽക്കുന്ന സമയങ്ങളിൽ ഇതെടുത്ത് വീടിനകത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്മെല്ല് അനുഭവിക്കാൻ പറ്റും. ഈ ചെടിയിൽ വളരെ ഉയരം പോകുന്ന ചെടിയുണ്ട്, ഒരു മരമായിട്ട് മാറുന്ന ചെടിയുണ്ട്, അതുപോലെ തന്നെ കുറ്റിച്ചെടിയായിട്ട് 1-2 മീറ്റർ ഉയരം മാത്രം വെക്കുന്ന ഹൈബ്രിഡ് വെറൈറ്റികളുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും വാങ്ങിക്കുമ്പോൾ ഹൈബ്രിഡ് വെറൈറ്റികൾ വാങ്ങിക്കാൻ ശ്രമിക്കുക. ഒരുപാട് ഉയരം പോകുന്ന ചെടികൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എങ്ങനെ നട്ട് കഴിഞ്ഞാലും അത് കുത്തനെ നീണ്ടു പോകാനേ ശ്രമിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ ഒരു 10-12 മീറ്റർ വരെ ഉയരം വെക്കുന്ന ടാൾ വെറൈറ്റികളുണ്ട്, ഡോർഫ് വെറൈറ്റികളുണ്ട്. എപ്പോഴും ഡോർഫ് വെറൈറ്റികൾ വാങ്ങിക്കാൻ ശ്രമിക്കുക. ഒരു 200 രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു പ്ലാന്റ് കിട്ടും. എനിക്ക് 6-7 മാസം മുമ്പ് ഒരു സുഹൃത്ത് സമ്മാനമായിട്ട് തന്നൊരു പ്ലാന്റ് ആയിരുന്നു. പൂക്കളോട് തന്നെയായിരുന്നു ആ പ്ലാന്റ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ നട്ട് നല്ല രീതിയിൽ കെയർ ഒക്കെ കൊടുത്തപ്പോൾ വീണ്ടും ഒരുപാട് പൂക്കൾ ചെടിയിൽ ഉണ്ടാകാൻ തുടങ്ങി. നമ്മുടെ അനോനേഷ്യ ഫാമിലി പെട്ട ഒരു പ്ലാന്റ് ആണ് ഈ ഒരു ലാങ്. അനോനേഷ്യ ഫാമിലി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ കസ്റ്റർഡ് ആപ്പിൾ അല്ലെങ്കിൽ സീതപ്പഴം എന്നൊക്കെ വരുന്ന ആ പഴങ്ങളൊക്കെ അടങ്ങിയ ഒരു ഫാമിലിയാണ് അനോനേഷ്യ. അതിൽ പെട്ടൊരു പ്ലാന്റ് ആണ് ലാങ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇലകളെ വല്ലാതെ കീടങ്ങൾ ആക്രമിക്കാറില്ല. ഇതിൻ്റെ ഇലകളിൽ ചെറിയ രൂക്ഷഗന്ധം ഉള്ളത് കാരണം മറ്റുള്ള പുഴുക്കളോ അല്ലെങ്കിൽ നീരൂറ്റി കുടിക്കുന്ന പ്രാണികളൊന്നും വല്ലാതെ ഈ ഒരു ചെടിയെ ആക്രമിച്ച് കണ്ടിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ രോഗബാധകളും വളരെ കുറവാണ്. ഇതുവരെ ഫംഗൽ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റ് ബാക്ടീരിയൽ പ്രശ്നങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. എപ്പോഴും നമ്മൾ ഈ ചെടി നടുമ്പോൾ ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, നല്ല നീർവാർച്ച ആവശ്യമുള്ളൊരു പ്ലാന്റ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് നല്ല നീർവാർച്ചയുള്ള പോട്ടി മിക്സ് കൊടുക്കുക. ചകിരിച്ചോറ്, മണ്ണ്, അതുപോലെ തന്നെ ചാണകപ്പൊടി, ഇതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള നല്ലൊരു പോട്ടി മിക്സ് ആണെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. ഒരു സ്ലൈറ്റ്ലി അസിഡിക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ന്യൂട്രൽ pH ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കുമ്മായൊന്നും ഇതിൻ്റെ ചോട്ടിലിട്ടിട്ട് pH 7 മുകളിലോട്ട് കൊണ്ടുപോകാൻ പാടില്ല. pH 7 മുകളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ചെടിയുടെ ഇലകൾക്ക് ഒരുപാട് മഞ്ഞളിപ്പ് വരാനും പിന്നെ അതുപോലെ തന്നെ പൂക്കൾ കൊഴിഞ്ഞു പോകാനും പിന്നീട് പൂക്കൾ താൽക്കാലികമായിട്ട് വരുന്നത് സ്റ്റോപ്പ് ആകാനൊക്കെ ഒരുപാട് കാരണവും. അതുകൊണ്ട് ഒരു സ്ലൈറ്റ്ലി അസിഡിക്ക് ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രൂൺ ഫെൽസിയ യെസ്റ്റർഡേ ടുഡേ ടുമാറോ എന്ന് പറഞ്ഞ പ്ലാന്റും ഇതുപോലെ തന്നെ കുറച്ച് അസിഡിക്ക് ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ ആ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകതയും അതിൽ ചെറിയ മഞ്ഞളിപ്പ് വരുന്നത് നമ്മുടെ മണ്ണിലെ pH കൂടി പോകുന്നതുകൊണ്ടുള്ള പ്രശ്നമാണെന്ന് ശ്രദ്ധിക്കുക. ചില പ്ലാന്റുകൾക്ക് സ്ലൈറ്റ്ലി അസിഡിക്ക് ഇഷ്ടമാണ്, ചില പ്ലാന്റുകൾക്ക് സ്ലൈറ്റ്ലി ആൽക്കലി സ്വഭാവമായിരിക്കും ഇഷ്ടം. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. നമ്മുടെ വീട്ടുമുറ്റത്ത് നിർബന്ധമായിട്ട് വളർത്തേണ്ട സജസ്റ്റ് ചെയ്യുന്നൊരു പ്ലാന്റ് ആണിത്. ഇത് എവിടെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പല വീഡിയോകളിലും നമ്മൾ പല ചെടികളെ കുറിച്ച് പറയുന്ന സമയങ്ങളിലും എല്ലാവരും ചോദിക്കാനുള്ള കാര്യം ഇത് എവിടെ കിട്ടുമെന്നാണ്. നമ്മൾ നഴ്സറികളിൽ അന്വേഷിക്കാനാണ് ഞാൻ എല്ലാ വീഡിയോകളും പറയാറ്. നമ്മൾ അടുത്തുള്ള നഴ്സറികളിലൊക്കെ ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ
നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു പ്ലാന്റ് കിട്ടും, കിട്ടാതിരിക്കില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണുന്നവരെ ഹാപ്പി ഗാർഡനിങ്.